നമസ്കാരം. കിടപ്പ് രോഗിയായ ഭർത്താവിനെ ഭാര്യയും കാമുകനും ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് സംഭവം. 38-കാരനായ ചന്ദ്രസെൻ രാംതഗയെയാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ ദിഷ രാംതഗയും കാമുകൻ രാജബാബു ടയർവാലയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മരണശേഷം സ്വാഭാവിക മരണമെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതികളുടെ ശ്രമം. എന്നാൽ പരിശോധനയിൽ കൊലപാതകമെന്ന് കണ്ടെത്തുകയായിരുന്നു. 30-കാരിയായ ദിഷയുടെയും കൊല്ലപ്പെട്ട ചന്ദ്രസെന്റെയും വിവാഹം 13 വർഷങ്ങൾക്ക് മുൻപാണ് നടന്നത്. ഇവർക്ക് 6 വയസ്സും 2 വയസ്സും മാത്രം പ്രായമുള്ള 2 കുട്ടികളുണ്ട്. 2 വർഷം മുമ്പാണ് ചന്ദ്രസെൻ കിടപ്പിലാകുന്നത്. ശേഷം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ദിശ ജോലിക്ക് പോവുകയായിരുന്നു. ഇതിനിടയിൽ മെക്കാനിക്കായ ആസിഫ് ഇസ്ലാം അൻസാരി എന്ന യുവാവിനെ ദിശ പരിചയപ്പെടുന്നു. ഇരുവരുടെയും പരിചയം പിന്നീട് പ്രണയമായി വളരുകയായിരുന്നു. ഇയാളുമായിട്ടുള്ള ബന്ധം വൈകാതെ ചന്ദ്രസെൻ അറിഞ്ഞു. ഇത് ഇരുവരും തമ്മിലുള്ള തർക്കത്തിന് കാരണമായി. തുടർന്ന് ദിശയും കാമുകനും ചേർന്ന് ചന്ദ്രസെനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച ചന്ദ്രസെൻ വീട്ടിൽ ഉറങ്ങുമ്പോൾ ദിശ കാമുകനെ വിളിച്ചു വരുത്തി. തുടർന്ന് തലയിണ ഉപയോഗിച്ച് ഭർത്താവിനെ കാമുകൻ ശ്വാസം മുട്ടിക്കുമ്പോൾ കൈകൾ കൂട്ടിപ്പിടിച്ച് ഭാര്യ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു. ഭർത്താവിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും പരിശോധിച്ചപ്പോൾ മരിച്ചിരുന്നുവെന്നും പറഞ്ഞ് സാധാരണ മരണമെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഭാര്യയുടെ ശ്രമം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തു വന്നത്. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ക്രൂരകൃത്യത്തെക്കുറിച്ച് ഭാര്യ പോലീസിനോട് കുറ്റസമ്മതം നടത്തി.